സാധാരണഗതിയിൽ ഒരുപാട് കൂട്ടുകാർ മെസ്സേജ് അയക്കാറുണ്ട്, അല്ലെങ്കിൽ സാധാരണ ചോദിക്കാറുണ്ട്. കൂട്ടുകാർ മാത്രമല്ല, പല എൻ്റെ ഫ്രണ്ട്സ് വരെ, നാട്ടിലുള്ള എൻ്റെ ഫ്രണ്ട്സ് വരെ ചോദിക്കാറുണ്ട്. നമ്മുടെ ഫോണിൽ സ്പേസ് ഉണ്ട് എങ്കിലും ഫോട്ടോസ് വീഡിയോസൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നോട്ട് ഇനഫ് സ്പേസ്, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ സ്പേസ് ഇല്ല എന്ന് പറഞ്ഞ് കാണിക്കാറുണ്ട്, നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. എന്നാൽ സത്യത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലായ്മ കൊണ്ടാണ്. എന്തെന്ന് വെച്ചാൽ, നമ്മളൊരു ഫോട്ടോസ് വീഡിയോസ് കണ്ടു കഴിഞ്ഞു, നമ്മളത് ഡിലീറ്റ് ചെയ്തു. അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ഫോട്ടോസ് വീഡിയോസ് ഡിലീറ്റ് ആവുകയില്ല. അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകൾ, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് HTML ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ഫോണിൽ ഒരു ഫോൾഡറായിട്ട് സെറ്റാവും. അത് ഏതെങ്കിലും ഒരു ഫോൾഡറിൽ കിടക്കും. അതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. സാധാരണഗതിയിൽ നമ്മുടെ ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ 10, 15, 20 ഫോൾഡറുകൾ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ നമ്മൾ കാണാത്ത ഒരുപാട് ഫോൾഡറുകൾ, ഓരോരുത്തരുടെ മൊബൈൽ 1000ഓളം ഫോൾഡറുകൾ ഉണ്ടാവും. അത് ഉറപ്പാണ്. എൻ്റെ ഫോണിൽ 1200 സംതിങ്ങോളം ഫോൾഡറുകൾ അവൈലബിൾ ആണ്. ഇതിൽ ഒന്നും വേണ്ടാത്തവയാണ്. നമ്മളൊരു ഫോൾഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഫോട്ടോസിൻ്റെ വീഡിയോസിൻ്റെ ഒരു ഫോൾഡർ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നാം ഉണ്ടാക്കിയ ഒരു ഫോൾഡർ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഫോൾഡറുകൾ വേറെ ഉണ്ടാവും. ഇവയൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല, അതൊക്കെ എംപ്റ്റി ആയിരിക്കും. ഒരു ഫോട്ടോസ് വീഡിയോസ് നമ്മൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അതൊരു ഫോൾഡർ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആയി അതിനകത്താണ് അത് വരിക. ഇങ്ങനെ ഓരോന്നിനും ഒരുപാട് ഫോൾഡറുകൾ വന്ന് നമ്മുടെ ഫോൺ ഫുള്ളാവാറുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ കുറേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. നല്ല സ്പേസും നല്ല പെർഫോമൻസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് വെറും 1 MB പോലും ഇല്ലാത്ത 5 മില്യൺ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമ്മുടെ ഫോണിലുള്ള മുഴുവൻ ഫോൾഡറുകളും, ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 1000-ലധികം എംപ്റ്റി ഫോൾഡറുകളാണ് നിങ്ങളുടെ ഫോണിലുള്ളത് എന്ന്. ഈ ഫോൾഡറുകൾ മുഴുവൻ ഡിലീറ്റ് ആക്കി കഴിഞ്ഞാൽ തന്നെ ഏകദേശം നമുക്ക് 800 MBയോളം നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. അത്രത്തോളം. ഇപ്പം എൻ്റെ ഫോൺ എന്ന് പറഞ്ഞാൽ ഇത് സാംസങ് ഗാലക്സി നോട്ട് 4 ആണ്. ഈ ഒരു ഫോൺ ഞാൻ വാങ്ങിയിട്ട് ഏകദേശം 3.5-4 വർഷത്തിൻ്റെ അടുത്തായി. ഇതുവരെക്കും എനിക്ക് സ്പീഡിന് കുറവൊക്കെ ഒന്നും ഉണ്ടാവാറില്ല. കാരണം ഞാൻ ദിവസവും ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ടും, അതേപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോ അങ്ങനെയുള്ള ആപ്ലിക്കേഷനൊക്കെ വെച്ചിട്ട് ഞാനിത് ഡിലീറ്റ് ചെയ്യാറുണ്ട്. ഇതിലെ ഫോൾഡറുകളും കാര്യങ്ങളും എല്ലാം വാട്സപ്പിൽ വന്ന മെസ്സേജ് അപ്പോഴേക്കപ്പം തന്നെ അത് ക്ലിയർ ചാറ്റ് അടിച്ച് കളയും നമ്മൾ കേട്ട് കഴിഞ്ഞാൽ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അത് എടുക്കാനുള്ള ആപ്ലിക്കേഷനൊക്കെ നമ്മളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മുടെ ഫോണിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് ഫോൾഡറുകൾ ഒഴിവാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നു, നിങ്ങളുടെ ഫോണിൽ 1000-ലധികം ഫോൾഡറുകൾ അവൈലബിൾ ആണ്. ഈ ഒരു ചെറിയ ആപ്ലിക്കേഷൻ വെച്ച് നിങ്ങൾ അവയെല്ലാം ക്ലീൻ ചെയ്ത് നോക്കും. നിങ്ങളുടെ ഫോണിൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ പേര് ജാഫർ പൊന്നാനി. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും. പ്രത്യേകിച്ച് ഇതിൻ്റെ ഓപ്ഷൻസ് ഒന്നുമില്ല. നിങ്ങൾ റൂട്ട് ചെയ്ത ഫോണാണെങ്കിൽ ഈ താഴെയുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസുകൾ ഇതിൽ അവൈലബിൾ ആവും. നമുക്ക് റൂട്ട് ചെയ്യണമെന്നില്ല, കാരണം റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൻ്റെ സെക്യൂരിറ്റിക്ക് പ്രോബ്ലം വരും. ഫോണിൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. ഫോൺ ഏത് സമയത്തും ഡെഡായി പോകും. അതുകൊണ്ട് തന്നെ ആരും റൂട്ട് ചെയ്യാണ്ടിരിക്കുകയാണ് ബെസ്റ്റ്. ഞാൻ ഇതുവരെയായിട്ടും ഈ ഒരു ഫോൺ റൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും മുകളിലുള്ള ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്, സ്കാനിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്, എത്രത്തോളം ഡ്യൂപ്ലിക്കേറ്റ് ഫോൾഡറുകൾ നമ്മുടെ ഫോണിലുണ്ട് എന്ന്. നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം 1349ഓളം ഡ്യൂപ്ലിക്കേറ്റ് ഫോൾഡർ എൻ്റെ ഫോണിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ ഞാൻ നോക്കിയിട്ട് കണ്ടത് ആകെ 25-28 ഫോൾഡറുകൾ മാത്രമാണ്. ഇത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ 1349ഓളം ഫോൾഡറുകൾ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം? ഇത് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ഡിലീറ്റ് എംപ്റ്റി ഫോൾഡർ എന്ന് കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് മുഴുവനും ഒഴിവാക്കാം. കാരണം ഇത് മുഴുവനും എംപ്റ്റി ആയിട്ടുള്ള ഫോൾഡറുകളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് മുഴുവനും ഒഴിവാക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എംപ്റ്റി ഫോൾഡേഴ്സ് ഡിലീറ്റഡ്. ഫുള്ളായിട്ട് ഞാനിത് ഒഴിവാക്കിയിട്ടുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇത്തരത്തിലുള്ള എംപ്റ്റി ഫോൾഡറുകൾ ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് ഒരുപാട് മെച്ചപ്പെടും. അപ്പോൾ ഈ ഒരു അറിവ് എല്ലാവരും ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കുക. ഇവിടെ സെറ്റിങ്സ് എന്നുള്ള ഭാഗം എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഓപ്ഷൻസ് കാര്യങ്ങളും ഒന്നുമില്ല. നമ്മളിവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നമുക്ക് ആവശ്യം നമ്മുടെ ഫോണിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കുക, എംപ്റ്റി ആയിട്ടുള്ള സംഭവങ്ങൾ മുഴുവൻ റിമൂവ് ചെയ്യുക, അത്തരത്തിലുള്ള ഇതിൻ്റെ ഓപ്ഷൻസ്.